Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂർ പെരുമ്പത്തൂർ ആലോടി കാട്ടാന ഭീതിയിൽ ഇന്ന് പുലർച്ചെ എത്തിയ ഒറ്റക്കൊമ്പൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഷെഡിൽ കിടന്നുറങ്ങിയ ചൂരപ്പാറ ശ്രീധരൻ കാട്ടാനയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കണ്ണംകുന്നേൽ ഉണ്ണികൃഷ്ണന്റെ 1/2 ഏക്കറോളം സ്ഥലത്തെ കൃഷിയാണ് വ്യാപകമായി നശിപ്പിച്ചത്. കായ്ഫലമുള്ള തെങ്ങുകൾ, കമുങ്ങുകൾ, വാഴകൾ ഉൾപ്പെടെ നശിപ്പിച്ചു. കാട്ടാനകൾ വ്യാപകമായി കൃഷികൾ നശിപ്പിക്കുന്നത് കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് ഉണ്ണികൃഷ്ണന്റെ മാതാവ് ഭാനുമതി പറഞ്ഞു. തെങ്ങാണ് എന്നും അറിയുമ്പോൾ ഇത് വന്ന് കുത്തിക്കളഞ്ഞു പോണത്. ഇനി എന്താ ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ കഷ്ടത്തിലാണ്, ഞങ്ങളുടെ ജീവിതം തന്നെ. എന്നും അറിയുന്ന പോലെ ഇത് വരികയാണ്, എന്നും വരുന്നുണ്ട്. നഷ്ടപ്പെട്ടത് വാഴ, കവുങ്ങ്, തെങ്ങ്, ഇത്രയും സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെന്നും എന്ത് ചെയ്താലും തിന്നാൻ കിട്ടൂല. മൊത്തം തെങ്ങായിരുന്നു. ഈ തെങ്ങ് ഈ മാതിരിയായി. ഇപ്പൊ കാരാട്ടുതൊടി നാരായണന്റെ വീടിന് മുന്നിലെത്തിയ കാട്ടാന വീടിന്റെ മുറ്റത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മറ തകർത്തു. ആലോടിയിലെ 40ഓളം കുടുംബങ്ങളാണ് വീട്ടുമുറ്റത്തേക്ക് രാത്രിയായാൽ ചുള്ളിക്കൊമ്പൻ എത്തുന്നതിനാൽ ഭീതിയിൽ കഴിയുന്നത്. സർക്കാരും വനംവകുപ്പും ഇക്കാര്യത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. പണയം വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആന രാത്രി ഒരു 7 മണി കഴിഞ്ഞ ആന ഞങ്ങളെ ഈ പരിസരത്ത് മുഴുവനുണ്ട്. അതിന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും ഒരു വണ്ടിയായിട്ട് വരും. ആ വണ്ടിയായിട്ട് വന്നു കഴിഞ്ഞാൽ അവരതേമാതിരിക്ക് പോകും. ഇതുപോലെ ഞങ്ങളൊക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്, അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവും ഇല്ല, പാവങ്ങളാണ്. അപ്പം അതിന് സർക്കാർ തലത്തിലും സർക്കാർ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഇതിലൊരു താല്പര്യം എടുക്കുന്നില്ല. അവർ ആ ഫണ്ട് വാങ്ങി അത് ഉപയോഗിക്കുക എന്നല്ലാതെ ഇവിടെ ജനങ്ങൾക്കൊന്നും ചെയ്യണില്ല. ഈ ആന വന്നു വിളിച്ചു പറഞ്ഞാൽ അവർ വരാൻ, ഇപ്പം വിളിച്ചു പറഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവരവിടെ ആനേനെ കാണുമോ? ഞങ്ങൾ പേടിച്ച് പറിച്ച് വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ അടച്ചു പൂട്ടി കോഴിക്കോട്ടിൽ കുഞ്ഞുങ്ങളിടും പോലെ ഇട്ട് ജീവിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഇത് കണ്ടിട്ടാണ് നമ്മൾ ഓരോ ലോണുകളൊക്കെ കുടിശ്ശികയായി കിടപ്പുണ്ട്, അടയ്ക്കാനും കൂടി നിവൃത്തിയില്ലാണ്ട് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അടുത്ത മാസം ലോൺ അടയ്ക്കേണ്ട ദിവസമാണ് 4-ാം തീയതി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വരുന്നുണ്ട്. 2 ദിവസമായി ഇപ്പം പെരേക്കൂടി തന്നെ വന്നിട്ടുണ്ട്. കിടന്നുറങ്ങാൻ സൗകര്യമില്ല. ഒരു 5-6 മാസമായി ആന ഇടയ്ക്കിടയ്ക്ക് വന്നിറങ്ങുകയാണ്. പെട്ടെന്ന് ഞങ്ങൾക്ക് ആരാന്ന് പറയാൻ പറ്റില്ല. ഒരു അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വിളിച്ചാൽ ഞങ്ങൾക്ക് വരുന്നില്ല, ഈ ആനേന്റെ ശല്യം കൊണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ കിടന്ന് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചു പോവില്ലേ? ആശുപത്രിക്ക് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് ആ റോട്ടിലേക്ക് എത്തണം. അതിനൊരു ഓട്ടോറിക്ഷക്കാരെ അല്ലെങ്കിൽ ഒരു കാറുകാരെ വിളിച്ചാൽ ഇവിടെ വരാൻ ആരുമില്ല. അപ്പൊ ഇതിനൊരു പരിഹാരം ഒരു കാണണം. ആരാച്ചാല് ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുക്കേണ്ടതാണ്. പക്ഷെ ഞങ്ങളൊരു 10-50ഓളം വീട് അറിയാനില്ല, ഒരു 10-40ഓളം വീടുകൾ ഈ കരയിലുണ്ട്. അപ്പൊ അതിനൊരു തീരുമാനം ഞങ്ങൾക്ക് എടുത്തു തരേണ്ടത് അർജന്റായിട്ടാണ്. ഓല് പറയുന്നത് ഫോറസ്റ്റ് അല്ലേ, ഫോറസ്റ്റിന്റെ അരികിൽ ആന വരുമെന്ന്. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾ ഇവിടെ വന്നു കൂടി സ്ഥലം എടുക്കുമ്പോൾ ഓല് ഇതിനൊരു പരിഹാരം ഓല് കാണണമല്ലോ. അത് ഓല് കാണില്ല. ഇപ്പൊ പിടിച്ച ഓലോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓല ഒരു ഉത്തരവാദിത്തം കാണൂല. ഇപ്പൊ ഇതിൽ മുഴുവൻ സോളാർ എണ്ണം പറഞ്ഞാണ്ട് ഓരോന്ന് വെച്ച് പോയി ഓല് ഇതുവരെ സോളാർ ഇട്ടിട്ടില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ആന വരുന്ന വഴിക്ക് ഓല എന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടതിന്റെ ആൾക്കാർ അത് ഓല് ചെയ്യണില്ല. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? ഞങ്ങൾക്ക് ഒരു അസുഖം അല്ലെങ്കിൽ ഇനി ഒരു പ്രസവ കേസ് തന്നെയാണ്, ഒരു നെഞ്ചുവേദന വരികയാണ്, ഞങ്ങൾക്ക് വണ്ടി എടുക്കണമെങ്കിൽ ഇതിലാണ് കയറിയിട്ട് അതിൽ പോകണം. എത്ര ഓട്ടോറിക്ഷക്കാരെ വിളിച്ചു. ഇന്നലെ ഞങ്ങൾ ഈ ആന വരുന്ന സമയത്ത് ഞങ്ങൾ 4 മണിയാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഇതിൽ നടന്നിട്ടാ വരുന്നത്. ആ സമയത്ത് ഒരു ആന വന്ന ഈ നടക്കാൻ വയ്യാത്തോലെ എയിലോടാന ആന എയില് വരുന്നുള്ളത് ഞങ്ങൾക്ക് കാണൂല. അപ്പൊ പിന്നെ അതിനനുസരിച്ച് ഒരു നടപടി നിങ്ങൾ എടുത്തു തരികയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇതായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ വീടിന്റെ മതിലുകൾ ചുള്ളിക്കൊമ്പൻ തകർത്തിരുന്നത്. വീടിന് പുറത്തിറങ്ങിയാൽ കാട്ടാനയ്ക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.